ഇത് നമ്മുടെ സ്കൂട്ടറിനുള്ള ബാറ്ററി റെഡിയായതാണ്. നമുക്ക് 37 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ചാർജർ വെച്ച്, ഇതാണ് ചാർജർ, ഞാൻ പുതിയ ചാർജർ എടുത്തതാണ്. പുതിയ ചാർജറിൽ ഇച്ചിരി ആംബിയർ കുറഞ്ഞ ചാർജർ 2 ആംബിയർ ഉള്ളൂ, പക്ഷേ വളരെ സ്ലോ ചാർജിങ് ആയിരിക്കും. ബാറ്ററിയുടെ ലൈഫിന് അത് നല്ലതാണ്. ഇതാണ്ട് റെഡാണ്, റെഡ് കത്തി കിടക്കുന്നു. ഇതിപ്പോൾ ഞാൻ ഇത് കണ്ടോ, റെഡാണ്. ഇപ്പം ഞാൻ ഇച്ചിരി ബൾബ് ലോഡ് കൊടുത്ത് നോക്കിയായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ പച്ച മാറിയത് റെഡ് വന്നു. ഇതിപ്പോൾ പച്ച റെഡും കൂടെ കൂടിയാണ് നിൽക്കുന്നത്. ഫുൾ ചാർജ് ആകുമ്പോൾ ഫുൾ പച്ചയാവും. ഇപ്പോൾ ഇത് കണ്ടോ പച്ച, അങ്ങനെ ആ പച്ച കളർ വരും. ഇത് കണ്ടോ, ഇവിടെ നോക്കി കാണിക്കാം, ഈ പച്ച കളർ വരും ഫുള്ള് വരുമ്പോൾ. ഇത് കണ്ടോ, ഇതിപ്പോൾ ലോഡ് ഓണാക്കുക കണ്ടോ, പച്ചയും ചുമലയും കൂടെ കൂടി കത്തുന്നു. അപ്പോൾ ഒരുവിധം വോൾട്ടേജ് ഉണ്ട്, ഫുള്ളായിരുന്നു. ഇതിപ്പോൾ വോൾട്ടേജ് ഇവിടെ കാണിക്കാം. ഇവിടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 42.6 വോൾട്ടാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ 42.4 വോൾട്ട് ഫുൾ ചാർജായി. ഫുൾ ചാർജായ സാധനത്തിന് നമ്മളൊരു 24 വോൾട്ടിൻ്റെ, ബസ്സാൽ 24 വോൾട്ടിന് വരുന്ന 2 ബൾബ് ലോഡ് എടുത്തിരിക്കുക. അതൊന്ന് കൊടുക്കാൻ പോവാം. ഇതിപ്പം 24-48 വോൾട്ട് വരെ താങ്ങുന്ന ബൾബാണ്. നമ്മൾ 42 കൊടുക്കുന്നത്. കണ്ടല്ലോ, നോക്കി, കണ്ടില്ലേ, ബൾബ് കത്തുന്നു, ലോഡിൽ കത്തുന്നു. ബൾബ് ലോഡ് എടുക്കുന്ന അനുസരിച്ച് ബാറ്ററി ഡ്രെയിൻ ആവും. നല്ല ലോഡാണ്, നല്ല ആംബിയർ ഉണ്ട്. ഞാനതറിയാൻ വേണ്ടി ഞാൻ ബൾബ് ലോഡ് കൊടുത്ത് നോക്കി. ഓക്കെ ആണ്. ഇനി നമ്മൾ ബാറ്ററി പാക്ക് ചെയ്താൽ മാത്രം മതി. ബാറ്ററിയുടെ വർക്ക് തീർന്നിട്ടുണ്ട്. താങ്ക് യു.